ഹലോ ഹായ്, ഇതെൻ്റെ പുതിയ റൂമാട്ടോ. ഞങ്ങളുടെ MOH ഞങ്ങളുടെ പുതിയ റൂമിലേക്ക് മാറ്റുമായിരുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്ന റോച്ചൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടുന്ന് ഇപ്പം മാർക്ക് പേഴ്സണിലേക്ക് മാറ്റി. ഇത് എൻ്റെ പുതിയ റൂമാണ്. പക്ഷെ പഴയ റൂം പോലെ തന്നെയാണ് ഇതുള്ളത്. ജസ്റ്റ് കട്ടിൽ കിടക്കുന്ന സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എങ്ങനെയായിരുന്നു എൻ്റെ റൂമിൽ എൻ്റെ ടേബിളുണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ എൻ്റെ ടേബിളിൻ്റെ ഇവിടെ BTSൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാം അതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടെ എന്ന റാക്കിൽ ഒരു ഇതും കൂടെ കൂടുതൽ വന്നിട്ടുണ്ട്. അതാണ് ഒരു പ്രത്യേകത വന്നിട്ടുണ്ട്. അല്ല അതർവൈസ് ഓൾ തിങ്സ് ആർ സെയിം ആണ്. പിന്നെ എന്താ, ഇപ്പം ഞാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അപ്പം ബൊട്ടാണിക്കൽ ഗാർഡൻസിലാണ് ജസ്റ്റ് പുറത്ത് പോകാൻ വേണ്ടി. പിന്നെ എനിക്ക് ഓഫ് കിട്ടും. സോ എന്നും പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിലല്ല ഞാൻ പോകുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം വരെ ക്ലാസ് ഉണ്ടായിരുന്നു, NOPയുടെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ കൂടെ കിട്ടിയ ഫ്രണ്ടുണ്ട്, ഒരു അഞ്ജലി എന്ന് പറഞ്ഞ ഫ്രണ്ട്. ആൾ കോട്ടയത്താണ്. അപ്പം ആളുടെ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. അവൾ എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത്. അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരും. ഇവിടുന്ന് മാർക്ക് പേഴ്സണിൽ നിന്ന് ഞങ്ങൾ ഒന്നിച്ച് ബൊട്ടാണിക്കൽ ഗാർഡനിൽ സർക്കിൾ ലൈൻ എടുത്ത് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. യെല്ലോ ലൈനാണ്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് കല്ലാനം റിവർ പാർക്കിൽ പോയ സമയത്ത് ഇതേ പാറ്റേൺ തന്നെയുള്ള ഡ്രസ്സിൻ്റെ വൈറ്റ് കളറാണ് ഞാൻ ഇട്ടത്. ഇതതിൻ്റെ തന്നെ പിങ്ക് വെർഷനാണ്. അപ്പം ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചയിലേക്ക് പോകാം. അപ്പം നമുക്ക് പോയേക്കാം. ശരിക്കും ഞങ്ങളിപ്പോൾ വന്നിറങ്ങിയേക്കുന്ന സ്ഥലത്ത് അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ആ ഒരു MRTയുടെ ഫ്രണ്ട് വശമായി കാണുന്നത്. MRTയുടെ ഈ സൈഡ് വശം തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻസിലേക്ക് കയറാനുള്ള ഗേറ്റ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ നിന്നിട്ട് കാണിച്ച മണ്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിന്നെ നേരെ നടന്നിട്ട് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സൈഡ് ഗേഡായിട്ട് വരുന്നുണ്ട്. ആ സൈഡ് ഗേഡ് വഴിയാണ് ഞങ്ങൾ ശരിക്കും അകത്തേക്ക് കയറുന്നത്. അത് ഞങ്ങൾ അവസാനം തിരിച്ചിറങ്ങി വരുന്ന വഴിക്കാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ആക്ച്വലി ഞങ്ങൾ കയറിയ വഴി എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള വഴിയല്ല, തിരിച്ചിറങ്ങി വന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വഴി കൂടെ ഇറങ്ങി വന്നത്. എന്തായാലും അവിടെ പോയി ഇരിക്കാനൊക്കെ നല്ല സ്ഥലമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇന്ന ടൈമിൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കിടക്കുന്നതിനും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഓരോരോ ആൾക്കാരെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഭയങ്കര ഭംഗി തോന്നിയ നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ നാട്ടുകാർ നടക്കുന്ന സൈഡിൽ എന്തെങ്കിലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇവിടെ അതില്ല എന്നുള്ളതാണ് മെയിൻ പോയിൻ്റ്. അതില്ലാത്തതുകൊണ്ട് ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ തന്നെയാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു നടക്കാനാണെങ്കിലും. പിന്നെ ചൂടൊരു പ്രശ്നമാണ്. നമ്മൾ നന്നായിട്ട് വെയിലിട്ട് ടാൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ സൺസ്ക്രീന് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് പുറത്ത് പോവുക. പിന്നെ അതർവൈസ് നമ്മുടെ നാട്ടിലെ പോലെ ഒരു മഴത്തെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അത്രയും നല്ലൊരു സ്ഥലമാണ് അത്രയും നന്നായിട്ട്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വിശക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ പ്രൈവെന്ന് പറഞ്ഞൊരു ഇതിൽ കയറിയിട്ട് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി. ഇവിടെ വന്ന് ഇത് സ്കാൻ ചെയ്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാ നമ്മൾ ഓർഡർ ചെയ്തേ? സോൾട്ട് ചിക്കൻ ബർഗറും പിന്നെ ചിക്കൻ തിക്കായി ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിസ്സയുടെ സെക്ഷനിൽ നിന്ന്. ഇത് പിസ്സ, ഇത് എന്തായാലും നടക്കുന്നുണ്ട്. ചെമ്മീ ഞെട്ടിപ്പോയി. അണ്ണാനാണോ? ആണ്ടേ ഇവിടെ അണ്ണാനുണ്ടെന്ന് മനസ്സിലായി.
ഇടുക്കിയിലുള്ളവർക്ക് എന്ത് കാട് അങ്ങനെ നമുക്ക് തോന്നാം. പക്ഷേ എങ്കിലും ഇത് ഫുള്ളായിട്ട് ഇവർ വെച്ച് പിടിപ്പിച്ച് സെറ്റാക്കി അത് പരിപാലിച്ചുകൊണ്ട് പോകുന്ന കാണുന്നതാണ്. അതിലും ഇച്ചിരി നടന്ന് കുറേ പോകുന്നുണ്ട്. പക്ഷെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നും അറിയത്തില്ല. നല്ല ചീവീടിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്, പക്ഷികളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാമെന്ന് അറിയത്തില്ല. അതിനും കൊള്ളാം, നല്ല സ്ഥലമാണ് കേട്ടോ. മൈൻഡ് കാമായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതായത് വേറെ വണ്ടിയുടെ ബഹളമില്ല, എന്താ പറയുന്നത്, വേറെ ആൾക്കാർ തിരക്കില്ല. മൈൻഡ് കാമാക്കാൻ പറ്റിയ സ്ഥലം, നല്ല കൂളായിട്ട് വന്നിരിക്കുക എന്നുള്ളതാണ്. അന്ന് അവസാനം ഞങ്ങൾ എവിടെയോ വന്നെത്താറായിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയത്തില്ല. ആ കാണുന്ന അവിടെ നാഷണൽ ഓർക്കിഡ് ഗാർഡനാണ്. അകത്തേക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷേ അതിൻ്റെ അകത്തും കണ്ടോ നാഷണൽ ഓർക്കിഡ് ഗാർഡനാണ്. ഞങ്ങൾ പക്ഷേ അതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല ഇപ്പം. ഉണ്ട്, പക്ഷെ നല്ല രസം കേട്ടോ കാണാൻ. അവിടെ ലാസ്റ്റ് കാണുന്നത് ഒരു സ്റ്റേജാണ്. അവിടെ ഇപ്പം ഷോയും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരുന്നു. ഇപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും കഴിഞ്ഞു പോയി. ഇതിൻ്റെ നെക്സ്റ്റ് ഷോ എന്ന് പറയുന്നത് 6 മണിക്കുള്ള. ഇപ്പം എന്തായാലും ഒരു 5:30 ആയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഏതായാലും ഇനി തിരിച്ചു പോകാമെന്ന് വെച്ചു. ഇന്നത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങുക. ഞങ്ങൾ തിരിച്ച് MRTയിലേക്ക് എത്തിയിട്ടുണ്ട്.